കരയൊന്നും വേണ്ട കേട്ടോ, എന്റെ പെട്ടെന്നൊരു ഫീൽ ആയി എനിക്കത്. അവിടെ ഒരു സൈഡ് തുടങ്ങിയിട്ടുണ്ട് കരച്ചില്. ഞാനിങ്ങനെ കരയണമെന്നല്ല, അവളവിടെ ഇനി ഇല്ലാന്ന് പറയാൻ എനിക്കൊരു സ്വന്തം അനിയത്തില്ലാത്തോണ്ടായിരിക്കും അല്ലേ. നമ്മളെ ഗ്യാങ്ങിലെ 4ാമത്തെ പെൺകുട്ടീന്റെ കല്യാണമാണിത്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളെ ഇങ്ങനെ ആൾക്കാരെണ്ണ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വരുന്നതാണ്. നമ്മൾ ഇന്നത്തെ ഒരു പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ വളരെ വെച്ചിരിക്കുകയാണ്. അവരുടെ ഒരു കല്യാണത്തിന് വേണ്ടി ഭയങ്കര ആത്മാർത്ഥതയുള്ള ചെറിയ കുട്ടിയാണ് അച്ഛൻ. അതെ, നമ്മളൊരു മാരക ഡാൻസ് ഉണ്ട്. മാത്രം തട്ടിക്കുട്ടിയതാ. ഇന്ന് വൈകുന്നേരം കുറച്ച് സമയം നമ്മൾ പഠിച്ചൊരു ഡാൻസ് സെറ്റ് ആക്കിയതാണ് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതെ, ആക്ച്വലി ഞാനും കുക്കും ഭയങ്കര ക്ലോസാണ്. കുക്കു കല്യാണം കഴിച്ച് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം എനിക്ക് തന്നെയാണ്. വലുതായപ്പോഴും എൻ്റെ ഒരു അടിമയായിരുന്നു. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഒരു ഓൾ ഇൻ ഓൾ, എൻ്റെ ബെറ്റർ ഹാഫ്, അടിമ കണ്ടു. കുക്കുവിനെ ആദ്യം പരിചയപ്പെടുന്നത് ശങ്കുവിൻ്റെ അനിയത്തി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുക്കുവിനെ ശരിക്കും പരിചയപ്പെടുന്നത് നമ്മുടെ ട്രിപ്പിലാണ്. അന്നത്തെ ട്രിപ്പിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എനിക്കൊക്കെ കുക്കു ഉണ്ടായിരുന്നായിരുന്നു ഞങ്ങളുടെ കൂടെ. പിന്നെ കുക്കു നല്ല അടിപൊളി കുക്കാണ്. വീട്ടിലെപ്പം പോയാലും ശങ്കു ഫുഡ് വന്നിട്ടില്ലെങ്കിൽ കുക്കു ഫുഡ് തരും. बस एक ही सितारा बदले में दे दिया मुझको, तारों से भरा उसने आसमां ये सारा। ओ सजना मैं तेरा तू मेरी हो गई। പറയുകയാണെങ്കിൽ ഞാൻ അവളുടെ ചേച്ചിയാണല്ലോ. അപ്പോൾ പൊതുവെ ചേച്ചിമാരുടെ എല്ലാവിധ അധികാരങ്ങളും നമ്മൾ ഡംപ് ചെയ്യുന്ന സ്ഥലമാണല്ലോ അനിയത്തിമാർ. അപ്പം എൻ്റെ എല്ലാ ഫ്രസ്ട്രേഷൻസും എല്ലാ ടെൻഷൻസും സന്തോഷവും എല്ലാം ഞാൻ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നൊരു സ്പേസാണ് കുക്കു എന്ന് പറയുന്നത്. അപ്പം കുക്കു കല്യാണം കഴിഞ്ഞ് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് ആണ്. വീട്ടിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന പോലെയാണ്.
വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് വിളിക്കുന്ന പേര് കുക്കു എന്നായിരിക്കും. എല്ലാവരും അങ്ങനെ തന്നെ കുക്കു എന്ന് വിളിച്ചിട്ടാണ് കയറുക. അപ്പൊ ആ ഒരു സാധനം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതാണ് ഈ കല്യാണത്തില് കല്യാണം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചുമലിൽ തലയും വെച്ച് കുറേ നേരം എന്തെങ്കിലും ഇതായിട്ട് കിടക്കും. കുക്കുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സ്വന്തം ഒരു അനിയത്തില്ല. അപ്പൊ ശങ്കിലയുടെ അനിയത്തി രീതിയിൽ എപ്പോഴും വീട്ടിൽ ചെന്നാൽ ഞാനൊരു ഷെഫായതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് എപ്പോഴും ഉള്ള ഒരു ചായ ഉണ്ട്. കറക്റ്റ് ചായ എന്ന് പറഞ്ഞില്ല, ഏലക്കായിട്ടുള്ള. സംഗീതയുടെ ചായ വെക്കട്ടെ. അപ്പൊ അത് ഇനി അവിടെ ഇല്ലാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ്. ഇപ്പൊ ഒരു കൊച്ചു കുട്ടിയാണ് അവള്. അതെ, ചോക്ലേറ്റ് ഇഷ്ടമാണ്. എപ്പോഴും സംഗീതട്ടാ വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരണം. വലിയൊരു ഭാഗം ഫുൾ ഫാമിലിയുടെ തന്നെ സ്പേസ് എംപ്റ്റി ആയിട്ടാണ് വീട്ടിൽ കയറി ചെല്ലുമ്പോ അവളില്ല. അത് എപ്പോഴും ഒരു വാക്വമായിട്ട് തന്നെ ഫീൽ ചെയ്യും. കാട്ടാതോ ദിശയെ തേടൽ തീരാതത് പാதை മാറാத நிமிடம் ஏதோ நெஞ்சம் சொல்ல காற்றில் வருகின்ற வாசம் தருகின்ற மலரும் பூமுகத்தின் ஞாபகம் കാലം കടന്താ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും വലുതായി എന്നുള്ളൊരു തോന്നല് ഇന്നിപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് തോന്നുന്നത്. ഇത്രയും ദിവസം ഞാനൊരു ചെറിയ കുട്ടിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത്രയും കാലം നമ്മളതായിട്ട് വളർത്തിയൊരു കുട്ടിയല്ലേ. മൂത്താള് പോകുമ്പോൾ ഒരാളുടെ അടുത്തുള്ളത് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇപ്പം രണ്ടുപേരും പോവല്ലേ, വലിയ പ്രയാസമൊന്നുമില്ല. നാടിലെ ഒരു ഇതയം തോലൈന്തതേ. അപ്പൊ നമ്മുടെ ടീമിലേക്ക് പുതിയൊരാളും കൂടെ വന്നു. വെൽക്കം ടു അവർ ഗ്യാങ്. കല്യാണം ശരിക്കും ഞാളൊട്ടും പ്രതീക്ഷിക്കാണ്ടുള്ള കല്യാണം. കാരണം കല്യാണം ഇപ്പൊ വേണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതി. അപ്പോഴാണ് പെട്ടെന്ന് ഒരാള് പെണ്ണാണ് വന്ന് ഇനിയിപ്പോ അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് പോവാന്ന് പറഞ്ഞു. എല്ലാം പെട്ടെന്ന് നമുക്ക് രോഹിതേട്ടനായിട്ടുള്ള വൈബ് പെട്ടെന്ന് സെറ്റായി. അപ്പൊ അഞ്ജലി உன் பார்வை கொள்ள பதில் ஒன்று கேட்க ஏதேதோ நெஞ்சம் சொல்ல காற்றில் வருகின்ற வாசம் தருகின்ற மலரும் பூமுகத்தின் ஞாபகம்